അവർ 2500 രൂപയ്ക്ക് എനിക്ക് തന്ന ഒരു നടരാജ രൂപമാണ്. ഈ രൂപത്തിലല്ല എനിക്ക് കിട്ടിയത്. കിട്ടിയ രൂപം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഹായ്, വെൽക്കം ടു ആർട്ട് സ്റ്റേഷൻ ബൈ അഭിലാഷ് വിജയകുമാർ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ വീടിൻ്റെ ഒരു ബ്യൂട്ടി സ്പോട്ട് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. കുറച്ച് നോയ്സ് ഉണ്ട്, കാരണം റോഡിൻ്റെ വളരെ അടുത്താണ് ഈ റൂമുള്ളത്. അപ്പോൾ ഇതൊരു മൾട്ടി യൂട്ടിലിറ്റി റൂമാണ്. ഈ റൂം നമ്മൾ പൊതുവേ ഒരു നമ്മുടെ ഫാമിലി ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ടും കുട്ടികളുടെ ഡാൻസിന് വേണ്ടിയിട്ടും വലിയവരുടെ ഡാൻസിന് വേണ്ടിയിട്ടും ചെറിയ ചെറിയ ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു റൂം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം നമ്മൾ ഇതുപോലെ ഒത്തിരി ഓപ്പൺ സ്പേസസ് വേണോ, അത് നമ്മൾ ഉപയോഗപ്രദമാണോ എന്നുള്ളതൊക്കെ ഞങ്ങൾ 1-2 തവണ ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഒരു ഐഡിയയും അതുപോലെ ഞങ്ങൾക്ക് പേഴ്സണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെഡ്റൂം എന്ന് പറയുന്നത് ഓക്കെ, ഓഫ് കോഴ്സ് സ്പേഷ്യസ് ആയിരിക്കണം, എങ്കിലും നമ്മൾ ഉറങ്ങാൻ വേണ്ടിയും അല്ലെങ്കിൽ കുറച്ച് സമയം മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയമാണ്. ബാക്കി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഡേ ടൈമിൽ നമ്മുടെ ആക്ടിവിറ്റീസും ചെറിയ ചെറിയ എൻ്റെ ആർട്ട് വർക്ക്ഷോപ്സും കുട്ടികളുടെ ഡാൻസും ചെറിയ ഫാമിലി ഗ്യാതറിങ്സ്, ഫ്രണ്ട്സ് ഗ്യാതറിങ്സ്, അതിനൊക്കെ പറ്റിയ ഒരു സ്പേസ്, അങ്ങനെയുള്ള സ്പേസുകളാണ് ഞങ്ങൾ കൂടുതലും ഇതിനകത്ത് ഈ വീട്ടിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതിൽ ഒരു സ്പേസാണ് ഈ ഒരു മൾട്ടി യൂട്ടിലിറ്റി ഡാൻസിങ് റൂം എന്ന് പറയാം, ക്രിയേറ്റീവ് റൂം എന്ന് പറയാം, ഒരു അങ്ങനെയുള്ളൊരു റൂമാണ്. ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ റൂമിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി വെന്റിലേറ്റഡ് ആയിട്ടുള്ള റൂമാണ്. 3 സൈഡും ഓപ്പണാണ്, 3 സൈഡും 3 വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് നല്ലൊരു മഴയത്ത് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ജോൺസൺ മാഷിൻ്റെ പാട്ടൊക്കെ കേട്ടിരിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് ഈ വീട്ടിൽ ഉള്ളത്, ഈ ഒരു റൂമിലുള്ളത്. അപ്പോൾ ഈ റൂമിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാം. ഇതിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഒരു വുഡൻ സീലിംഗ് ആണ്. ഈ ഒരു വുഡൻ സീലിംഗ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര ചൂടാണ്, ഇതിന് മുകളിൽ വേറെ നിലകളൊന്നുമില്ല. അപ്പോൾ ഇതിന് എത്ര ചൂടാണെന്നുണ്ടെങ്കിലും ഈ റൂമിനകത്ത് നട്ടുച്ചയ്ക്ക് ഇരുന്നാലും നല്ല ഭംഗിയുള്ള വ്യൂവും ഒക്കെ ആസ്വദിച്ചിരിക്കുമ്പോഴത്തേനും ചൂടൊക്കെ, ഇവിടെ ഫാനില്ല, ഈ റൂമിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫാനില്ല. 3 സൈഡിലും നല്ല കാറ്റുണ്ട്. ഇതിനകത്ത് നട്ടുച്ചയ്ക്കാണെങ്കിലും നല്ല തണുപ്പോട് കൂടി ഇരിക്കാം. പലതരത്തിലുള്ള വുഡ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം പലരും പറയും ഭയങ്കര തേക്ക് മീറ്റി എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ തേക്ക് വീട്ടിൽ ഇപ്പോൾ 3 വർഷമായി, 3 വർഷം കഴിഞ്ഞു, ഇപ്പോഴും വുഡിനൊന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങളിതിനകത്ത് സ്പ്രൂസ്, പൈൻ വുഡ്, മഹാഗണി, ഇവിടെ ബാക്കിയുള്ള കട്ടിലുകളും ബാക്കിയുള്ള ഉപയോഗിച്ച് കഴിഞ്ഞ് വന്ന കുറച്ച് തടികൾ, ഇതെല്ലാം ചേർത്തിട്ട് ഞങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഈ വീടിൻ്റെ പല ഭാഗത്ത് റൂഫുകൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് പൈൻ വുഡാണ് കേട്ടോ. പൈൻ വുഡ് ആക്ച്വലി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ ഞങ്ങൾ ഏതാണ്ട് 10-15 വർഷത്തോളം പൈൻ വുഡിൽ ഉണ്ടാക്കിയ പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിച്ചു, ഒന്നിനും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞങ്ങളുടെ മഴയും വെയിലും കൊണ്ട് കിടക്കുന്ന ഗേറ്റ് വരെ പൈൻ വുഡാണ്. അതിന് വെതർ പ്രൂഫിങ് ചെയ്ത കാരണം അതിനും ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ സീലിംഗ് മാത്രമേ നമ്മൾ വുഡിൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ സൈഡിൽ നിങ്ങൾ കാണുന്ന ഈ പാനൽസ് എല്ലാം കോൺക്രീറ്റ് ആണ്. ഒരു വുഡൻ ഫീൽ കൊടുത്തിരിക്കുന്നതാണ്. കാരണം അത് ഒന്ന് കോസ്റ്റ് എഫക്റ്റീവാണ്, അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആവും. രണ്ടാമത്തത് മെയിൻ്റനൻസ് കുറച്ച് ലോ ആണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു പാനലിംഗ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒത്തിരി ആഡംബരമായിട്ടും ചെയ്തിട്ടില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പൊതുവേ ഈ ഒരു കോൺക്രീറ്റിൽ ചെയ്യുമ്പം കിട്ടുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ പൊള്ളി അളവും, അല്ലെങ്കിൽ വെയിൽ കുറച്ച് അടിച്ച് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നഷ്ടപ്പെടുന്നതാണ്. 3 വർഷം കഴിഞ്ഞു കേട്ടോ, ഇതിൻ്റെ ഒന്നും ഭംഗി ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു ഭാഗവും പൊള്ളി ഇളവിയിട്ടുമില്ല. ഞങ്ങൾ അതിനുശേഷം ഒന്ന് വാർണിഷ് ചെയ്യുക ഒന്നും ചെയ്തിട്ടുമില്ല. കാരണം പൊതുവേ പൊള്ളി ഇളകുക എന്ന് പറയുന്നത് ഇവർ ഈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പുറത്ത് ഒത്തിരി പുട്ടിയിടും. ഈ പുട്ടി കൂടുതൽ ഇടുമ്പോഴത്തേനും കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പുട്ടി പതുക്കെ പൊള്ളി ഇളകാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് അങ്ങനെ വലുതായിട്ട് പുട്ടിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. നല്ല രീതിയിൽ ഈ കോൺക്രീറ്റിനെ തന്നെ ഇത് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ അതിന് എന്താ പറയുക, സാൻഡ് പേപ്പറൊക്കെ യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പെയിൻറ്റ് യൂസ് ചെയ്ത് അതിൽ ഈ ഒരു വുഡൻ ടെക്സ്ചർ വരച്ച് വിട്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് നോക്കുമ്പോൾ ഞങ്ങളുടെ ഒരു എലിവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു വുഡൻ ഒരു എന്താ പറയുക, ഒരു പാലസ് പ്രൊജക്ഷൻ പോലെയൊക്കെ തോന്നുന്ന രീതിയിലാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇവിടെ ഞങ്ങൾ വുഡിൽ ഈ ഒരു പാറ്റേൺ ആണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു സീലിങ്ങും ഞങ്ങളുടെ ഒരു വാളിൻ്റെയും ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഞങ്ങൾ ഫ്ലോർ യൂസ് ചെയ്തിരിക്കുന്നത്
ടെറക്കോട്ട ടൈൽ തന്നെയാണ്. ടെറക്കോട്ട ടൈല് ഒന്നാമത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നല്ല കൂളാണ്. രണ്ടാമത് ലോ കോസ്റ്റ് ആണ്, ലോ മെയിൻ്റനൻസ് ആണ്. മൂന്നാമത് കുട്ടികളൊക്കെ ബെയർ ഫുട്ട് ആയിരിക്കും ഇവിടെ ഡാൻസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലാറ്ററൈറ്റ് സ്റ്റോൺസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഒരു എലിവേഷനും ഫ്രണ്ടിലത്തെ ഹാളിൻ്റെ ഭാഗമൊക്കെ ലാറ്ററൈറ്റ് സ്റ്റോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലാറ്ററൈറ്റ് സ്റ്റോൺ ഉപയോഗിച്ചിരിക്കുന്നതും ഇവിടുത്തെ വേറൊരു അട്രാക്ഷനാണ്. പക്ഷേ ലാറ്ററൈറ്റ് സ്റ്റോൺ ചെയ്യുമ്പോൾ നമ്മൾ പൊതുവേ ശ്രദ്ധിക്കാറ് ഇവിടെ ഈ പ്രാണികൾ വന്ന് കൂടുകൂട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അകത്ത് കയറി ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവാണ് സാധാരണ എല്ലായിടത്തും കംപ്ലൈൻ്റ് ആയിട്ട് കേൾക്കുക. ഇത് വാർണിഷ് ചെയ്തിട്ടില്ല. പകരം നമ്മൾ എഡ്യൂറ എന്ന് പറഞ്ഞിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോട്ട് അത് വളരെ തിന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രാണികളും ഇതിനകത്ത് കൂട് വയ്ക്കത്തില്ല. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് കാരണം ഇതിനകത്ത് ഒരു ഉറുമ്പ് പോയിട്ട് വേറെ ഒരു രീതിയിലുള്ള ഒരു പ്രാണികളും കൂട് വയ്ക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എഡ്യൂറ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒത്തിരി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു പ്രോഡക്റ്റാണ്. അതിൽ സ്റ്റോൺ സീലറാണ്. ആ സ്റ്റോൺ സീലർ വളരെ തിന്നായിട്ട് അത് ആ സീലർ അടിച്ചിരിക്കുന്നത് പോലും തോന്നുന്നില്ല. അടിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് ഈ ഒരു ടെക്സ്ചറിന് അതേപടി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതും. അപ്പോൾ ആദ്യം ഇവിടെ നമ്മളൊരു സ്റ്റോറേജ് കൊടുത്താലോ എന്ന് വിചാരിച്ചു. പക്ഷേ സ്റ്റോറേജ് കൊടുക്കുന്നതിന് ഇവിടെ വേറെ ഒത്തിരി സ്റ്റോറേജസ് ഉണ്ട്. അതിനെക്കാട്ടിലും ഞങ്ങളിവിടെ ഫേസ് ചെയ്യുന്ന നാട്ടുമ്പുറം പ്രദേശമാണ്. നമുക്ക് ഈ കൺസ്ട്രക്ഷൻ ബേസിനെയൊക്കെ എവിടെ വേണോ കൊണ്ട് ഡംപ് ചെയ്യാം. പക്ഷേ നമ്മൾ ആ ഒരു എന്താ പറയുക ഒരു എൻവയോൺമെൻറ്റ് കൺസേൺ ആ ഒരു ഇത് കാരണം ഞങ്ങൾ എന്ത് ചോദിച്ചാൽ അതാത് സ്ഥലങ്ങളിലുള്ള ബ്രോക്കൺ സെറാമിക്സ് ആയിക്കോട്ടെ, സിമെൻറ്റുകളായിക്കോട്ടെ, ബ്രോക്കൺ ബ്രിക്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ വരുന്ന എന്തിനേയും ഞങ്ങൾ ഇവിടെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഈ ഒരു ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 10, 20, 30, 40 പേർക്ക് ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരു സ്പേസ് ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ സീറ്റിങ്ങിൻ്റെ അകത്ത് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ വേസ്റ്റ് ആണ് നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഈ ഒരു ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്നത്. ഈ റൂമിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു 300 സ്ക്വയർ ഫീറ്റ് ആണ്. അതായത് 22 ഫീറ്റ് ആണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നത്. പിന്നെ നമുക്ക് ഏതാണ്ട് ഒരു 14 ഫീറ്റ് ഇതിൻ്റെ വിഡ്ത്തും വരുന്നുണ്ട്. ഒരു 308 സ്ക്വയർ ഫീറ്റ് ആണ് ഞങ്ങളുടെ ഈ ഒരു ടോട്ടൽ റൂമിൻ്റെ സ്പേസ് വരുന്നത്. ഇനി ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ലൈറ്റിങ്സ് ആണ്. ഈ ഒരു ലൈറ്റിങ്സ് ഞങ്ങൾ ബാംഗ്ലൂരിൽ BVK അയ്യങ്കാർ റോഡിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം ഫുൾ ആ ഒരു സെറ്റ് തന്നെയാണ് ഞങ്ങൾ വാങ്ങിയത്. ഓൺലൈനിൽ നോക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് ഈ ഒരു ഇത്രയും ലൈറ്റ് ഈ ഒരു 3 ലെയറിലായിട്ടുള്ള ഈ ലൈറ്റിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത് ഏതാണ്ട് ഒരു 9,000 or 10,000 എന്തോ വരുന്നുണ്ട് ഓൺലൈനിൽ കാണിക്കും. പക്ഷേ BVK അയ്യങ്കാർ റോഡിൽ നിന്ന് ഞങ്ങൾ വെറും 3,500 രൂപയ്ക്കാണ് ഈ ഒരു ഷാൻഡിയർ വാങ്ങിച്ചത്. അതിന് പുറമെ നമ്മൾ ഈ ഒരു ലൈറ്റ്സ് എക്സ്ട്രാ കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത്രയും ചീപ്പായിട്ട് ഇത് കിട്ടാനുള്ള കാരണം പൊതുവെ ഇത് ഔട്ട്ഡേറ്റഡ് ആണെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോഴെല്ലാം കണ്ടംപററി വീടുകളിലൊക്കെ കൂടുതലും ഫാൻസി ലൈറ്റ്സ് ഇങ്ങനത്തെ ഒരു ഇതല്ല വരുന്നത്. അപ്പോൾ പോകുന്നുണ്ടായിരുന്നില്ല. മൂവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു ലൈറ്റ് ഗോഡൗൺ എന്നാണ് ഞങ്ങൾക്ക് എടുത്തു തന്നത്. അപ്പോൾ ഇത് ഞാൻ ചോദിച്ച് ഇതിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ച് ചെന്നപ്പോൾ അവർക്ക് തന്നെ ഒരു അതിശയം ഇതൊക്കെ ഇപ്പോഴും വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ടോ. അപ്പം ഞങ്ങളുടെ ഈ ഒരു ആംബിയൻസിന് പറ്റിയ ഒരു ലൈറ്റ് തന്നെയാണ് ഞങ്ങൾക്കിവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞത്. അത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഒരു റൂമിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു നടരാജ രൂപമാണ്. ഈ ഒരു വാളിൻ്റെ പുറകു സൈഡിൽ ഇനിയും വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വാൾപേപ്പർ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ റിലീഫ് വർക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു നടരാജന് ഒരു കഥയുണ്ട്. ഇവിടെ ഒരു നടരാജൻ വേണം എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പോൾ ഒരു 6 അടി പൊക്കമുണ്ട്, 5.25 അടി പൊക്കമുണ്ട് ഈ ഒരു നടരാജ വിഗ്രഹവും ഈ പീഠവും കൂടെ ചേർന്നിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ ബ്രാസിൽ നോക്കി, അതും ലാക്സ് എബോ വരുന്നുണ്ട്. അല്ലാതെ തന്നെ ഞങ്ങൾ പല മീഡിയത്തിലും നോക്കി, അതൊന്നും നമുക്ക് കിട്ടിയില്ല. തടിയിൽ ചെയ്യിപ്പിക്കാൻ നോക്കി, അതും നല്ല എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു സൈഡ് വാൾ ചെയ്യാനായിട്ട് ഇവിടെ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ മീൻസ് ആ കോൺക്രീറ്റിൻ്റെ പണി ചെയ്യുന്ന ഒരു ഗോഡൗണിൽ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന് ഞങ്ങൾക്ക് വളരെ മൂലയിൽ നിന്നൊരു ഒരു ക്ഷേത്രത്തിൻ്റെ പണി കഴിഞ്ഞതിൻ്റെ ഒരു പീസ് അവിടെ ബാക്കി വന്നത് ഒരു മൂലയിൽ വച്ചേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ 2,500 രൂപയ്ക്ക് എനിക്ക് തന്ന ഒരു നടരാജ രൂപമാണ്. ഈ രൂപത്തിലല്ല എനിക്ക് കിട്ടിയ രൂപം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് കിട്ടുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു വർക്ക് ചെയ്തിരിക്കുമ്പോൾ തന്നെ അറിയാം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം വളരെ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ സൈഡും ഫേസിൻ്റെ എക്സ്പ്രഷൻസും കാര്യങ്ങളുമൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ കൈ കിട്ടുമ്പോൾ.
അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതിനെ ബഫ് ചെയ്ത് ആ ഒരു മെറ്റാലിക് എഫക്റ്റ് കൊടുത്ത് ഇതിപ്പോൾ 3 വർഷമായി മെയിൻ്റനൻസ് ഒന്നുമില്ല, വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ആർട്ടിസ്റ്റ്, ഇത് കോൺക്രീറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ്, ഞങ്ങളുടെ ഇവിടുത്തെ പില്ലർ വർക്കുകളും സീലിംഗ് വർക്കുകളും ഒക്കെ ചെയ്തൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിനെ കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പീഠം ചെയ്യിപ്പിച്ചത്. ഈ പീഠം എക്സ്ട്രാ കോസ്റ്റായി. പീഠം ഞങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ നടരാജനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ ആർട്ട് വർക്ക് എന്ന് പറയാനായിട്ട് ഇനിയും ഈ റൂമിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ഒറീസ അവിടെ കണ്ടുവരുന്ന പത്തചിത്ര എന്ന് പറഞ്ഞിട്ട് ലീഫിൽ വരയ്ക്കുന്നതാണ്. ഇത് ലീഫിലാണ്, പാം ലീഫിലാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ തന്നെ വരച്ച കേട്ടോ. ഇത് ഷക്കാവതി ഫ്രെസ്കോ എന്ന് പറഞ്ഞ് രാജസ്ഥാനിലുള്ള ഒരു ആർട്ട് ഫോമാണ്. അവർ ഈ സെറാമിക്കിലൊക്കെയാണ് ഈ സെറാമിക് അല്ല, ഈ ലൈം സ്റ്റോണും ഈ കടുക്കയും ഷുഗറും അതൊക്കെ ചേർന്ന് വരുന്ന ഒരു മിശ്രിതത്തിലാണ് അവർ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് ഞങ്ങൾ കാർഡ്ബോർഡിൽ തന്നെയാണ് ചെയ്തിട്ട് പോസ്റ്റർ പെയിൻറ്റ് യൂസ് ചെയ്തതാണ്. ഇതെല്ലാം പിച്ചുവായി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന പെയിൻറ്റിങ്ങാണ്. ഇത് കുറച്ച് നിങ്ങൾക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള കുറച്ച് വർക്കുകളും കാര്യങ്ങളും കാണാം. ഇതും ഈ ഒരു റൂമിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്. ഈ ഒരു കാമധേനുവിൻ്റെ പിക്ചറും ഈ ഒരു പിച്ചുവായി രീതിയിലുള്ള പിക്ചറും ഷെഖാവതി ഫ്രെസ്കോയും. ഇതൊരു വുഡനാണ്. ഇത് ഞങ്ങൾക്ക് മില്ലിൽ നിന്ന് കിട്ടിയതാണ്. അതിൻ്റെ പുറത്ത് ഞങ്ങൾ ഇതുപോലെ വുഡ് ഇങ്ങനെ ഒരു പീസ് ഉള്ളത് കൊണ്ട് അതിൻ്റെ മുകളിൽ തൽക്കാലം ഇത് വെച്ച് അതിൻ്റെ മുകളിലൂടെ ഞങ്ങൾ ഒരു ഗോൾഡ് ഗ്ലാസ് പെയിൻറ്റ് ഉപയോഗിച്ച്, തിക്കായിട്ടുള്ള പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ നോസിൽ ഉപയോഗിച്ച് വരച്ചാണ് ഇങ്ങനെ ഒരു പെയിൻറ്റിങ്. അപ്പോൾ ഇതിന് പുറമെ ഞങ്ങൾക്ക് ഒത്തിരി ഭംഗിയുള്ള കുറേ ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ചെടികളൊന്നും പൂർണ്ണമായിട്ട് വച്ചിട്ടില്ല. മെയിൻ്റനൻസ് ഇച്ചിരി കുറവാണ്. അപ്പം ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഇൻഡോർ പ്ലാന്റ്സ് ആണ് പൊതുവെ ഇവിടെ വച്ചിരിക്കുന്നത്. അതിന് പുറമെ ഇതിനെ കുറച്ചിങ്ങനെ പടർത്തി വിട്ടിട്ടുമുണ്ട്. ഈ റൂമിൻ്റെ ഇത് വേറൊരു അട്രാക്ഷനാണ്. ഞങ്ങൾക്ക് ഈ കൃഷ്ണനെ കിട്ടിയ കഥയും, ഇത് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. കൃഷ്ണനെ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പണിയുണ്ട്. ഞങ്ങൾക്ക് ഗുരുവായൂരിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് വഴി മാറി കയറിയപ്പോഴത്തേനും ഞങ്ങൾ ഒത്തിരി നാൾ ആഗ്രഹിച്ചിരുന്ന ഒരു കൃഷ്ണനാണ്, ക്ലേയിൽ ഉണ്ടാക്കിയൊരു കൃഷ്ണൻ വേണം എന്നുള്ളത്. അതും ഞങ്ങൾക്ക് ഭാഗ്യത്തിന് കിട്ടി. പക്ഷേ അതിന് പെയിൻറ്റ് ചെയ്യാനുണ്ട്. പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ഞങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഒരു തബലയുണ്ട്, വല്ലപ്പോഴും തബല വായിക്കും. ഈ തബല ഇപ്പം മെയിൻ്റനൻസ് ചെയ്താലേ ഇനി അത് നന്നായിട്ട് വായിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഭാഗം കാണാം. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആ വീടിൻ്റെ മുറ്റവും ഒരു ബാംബു സംഭവവും പിന്നെ നമ്മുടെ റൂഫുമൊക്കെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങളുടെ ഈ വീഡിയോയിൽ ഈ ഒരു റൂമിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്തൊരു ബ്യൂട്ടി സ്പോട്ട് അല്ലെങ്കിൽ അടുത്തൊരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട്, ഈ വീടിൻ്റെ ഭംഗിയുള്ള വേറൊരു ഭാഗമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. താങ്ക് യു.